എല്ലാവർക്കും നമസ്കാരം. HUDRO.IDB എന്ന യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മള് ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ബോർഡിൽ ഒരു ഗ്രാഫ് കാണാം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് ലെറ്ററിംഗ് എന്നാണ്. ലെറ്ററിംഗ് എന്ന ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്ററിംഗ്. ഇപ്പൊ എന്താണ് ലെറ്ററിംഗ് എന്നുള്ളത്? നമ്മള് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിനെ ബേസ് ചെയ്ത് ലെറ്ററിംഗിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ വരയ്ക്കുന്ന ഓരോ പടങ്ങളും അതിന്റെ ഓരോ പാർട്സുകളും പേരും ഒക്കെ എഴുതുന്നത് സാധാരണ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി പോകുന്ന ആ ഒരു മാനദണ്ഡത്തിലല്ല. ഇപ്പൊ ഡ്രോയിങ്ങില് ലെറ്ററിംഗ് ചെയ്യുമ്പോൾ അതിന് കൃത്യമായ ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തി വേണം ലെറ്ററിംഗ് എഴുതാൻ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അറിയാവുന്ന ലെറ്ററിംഗിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, നമ്മൾ എഴുതുന്ന രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് ആകെ അറിയാവുന്നത് ക്യാപിറ്റൽ ലെറ്റർ എന്താണ്, സ്മോൾ ലെറ്റർ എന്താണ്, ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ നമുക്കറിയും. പക്ഷെ നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലേക്ക് വരുമ്പോൾ പഠിക്കുന്നവർക്ക് അറിയാം വേറെ ഒരുപാട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷനുകൾ നമുക്ക് അറിയാനുണ്ട്. അപ്പോ ആദ്യം തന്നെ നമ്മൾ ലെറ്ററിംഗിന്റെ ക്ലാസിഫിക്കേഷനുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നു. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹയർ കേസ് ലെറ്റർ എന്താണ്, ഹയർ കേസ് ലെറ്ററും രണ്ടാമത് ലോവർ കേസ് ലെറ്ററും. ഹയർ കേസ് ലെറ്ററും ലോവർ കേസ് ലെറ്ററും, ഇത് രണ്ടാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ നമുക്കറിയാവുന്നത്. ഹയർ കേസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, അല്ലെങ്കിൽ ഇതിന് അപ്പർ കേസ് ലെറ്റർ എന്നും പറയും. ലോവർ കേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന സ്മോൾ ലെറ്റേഴ്സ്. അപ്പൊ ക്യാപിറ്റലും സ്മോളും എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ വരുമ്പോൾ നമ്മൾ ഹയർ കേസ് എന്നും ലോവർ കേസ് ലെറ്റേഴ്സ് എന്നും പറയുന്നു. ഓക്കെ, ഇതാദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്ത പറയാനുള്ളത്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വെർട്ടിക്കൽ എന്നും വെർട്ടിക്കൽ ലെറ്റേഴ്സ് എന്നും ഇൻക്ലൈൻഡ് ലെറ്റേഴ്സ് എന്നുമാണ്. വെർട്ടിക്കൽ ലെറ്റേഴ്സ് എന്നും ഇൻക്ലൈൻഡ് ലെറ്റേഴ്സ് എന്നും ഒരു ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോ എന്താണ് വെർട്ടിക്കൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ എഴുതുന്ന ലെറ്റേഴ്സിനെയാണ് നമ്മൾ വെർട്ടിക്കൽ, നമ്മൾ സാധാരണ എഴുതുന്ന സ്ട്രെയിറ്റ് ആയി എഴുതുന്ന ലെറ്റേഴ്സ്, ഇതിനാണ് വെർട്ടിക്കൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ലെറ്ററിനെ സ്റ്റൈലിനായിട്ട് ഒരു ആംഗിളിൽ ചരിച്ചെഴുതിയാൽ അതിനെ പറയുന്നതാണ് ഇൻക്ലൈൻഡ് ലെറ്റേഴ്സ് എന്ന്. അപ്പൊ ചരിച്ചെഴുതുന്ന സ്റ്റൈലിനെയാണ് നമ്മൾ ഇറ്റാലിക്സ് എന്ന് പറയും. ഇറ്റാലിക് സ്റ്റൈല്. ഓക്കെ, അപ്പോ ഇത് വെർട്ടിക്കൽ ലെറ്റേഴ്സ് എന്നും, എന്നാൽ ഈ ലെറ്ററിനെ ഒരു ആംഗിളിൽ ചരിച്ചാണ് എഴുതുന്നതെങ്കിൽ അതിനെ ഇൻക്ലൈൻഡ് ലെറ്റേഴ്സ് എന്നും പറയുന്നു. ഓക്കെ, ഇനി PSC പരീക്ഷകൾക്കും ITI ഡിപ്ലോമ പരീക്ഷകൾക്കും ഒക്കെ ചോദിക്കുന്നതാണ് ആംഗിൾ ഓഫ് ഇൻക്ലൈൻഡ് ലെറ്റേഴ്സ്. PSC പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് ഈ ഇൻക്ലൈൻഡ് ലെറ്ററിന്റെ ചരിവിന്റെ ആംഗിൾ എത്രയാണെന്നുള്ളത്. ഓക്കെ, ഇനി PSC സ്ഥിരമായി ചോദിക്കുന്നതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പൊ ഇൻക്ലൈൻഡ് ലെറ്ററിന്റെ ആംഗിൾ പറയുമ്പോ ഇൻക്ലൈൻഡ് ലെറ്ററിന്റെ ആംഗിൾ എന്ന് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ ആംഗിൾ 75 ഡിഗ്രിയാണ്. ആംഗിൾ ഓഫ് ഇൻക്ലൈൻഡ് ലെറ്റേഴ്സ് എന്ന് ചോദിച്ചാൽ അത്ര മാത്രമേ ചോദ്യത്തിലുള്ളെങ്കിൽ 75 ഡിഗ്രിയാണ് ആംഗിൾ. ഇനി ആ ചോദ്യത്തിൽ ഒരു കുറച്ച് വൈവിധ്യങ്ങൾ വരാം. ആംഗിൾ ഓഫ് ഇൻക്ലൈൻഡ് ലെറ്റേഴ്സ് ടുവേർഡ്സ് റൈറ്റ് എന്ന് ചോദിച്ചാൽ, റൈറ്റ് സൈഡിലോട്ടുള്ള ഇൻക്ലൈൻഡ് ലെറ്ററിന്റെ ചരിവ് എത്രയാണെന്ന് ചോദിച്ചാൽ ഈ ആംഗിൾ ആണ് ഉദ്ദേശിക്കുന്നത്, അത് 15 ഡിഗ്രിയാണ്. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻക്ലൈൻഡ് ലെറ്റർ ടുവേർഡ്സ് റൈറ്റ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ 15 ഡിഗ്രിയാണ് ആൻസർ. ഇനി ആംഗിൾ ഓഫ് ഇൻക്ലൈൻഡ് ലെറ്റർ ഫ്രം ഹൊറിസോണ്ടൽ എന്ന് വെച്ചാൽ, അതായത് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നുള്ള ഈ ആംഗിൾ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ആംഗിൾ ഓഫ് ഇൻക്ലൈൻഡ് ലെറ്റർ ഫ്രം ഹൊറിസോണ്ടൽ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഈ 75 ഡിഗ്രി തന്നെയാണ്. ഓക്കെ, അപ്പൊ 3 രീതി ചോദിക്കാം. ആംഗിൾ ഓഫ് ഇൻക്ലൈൻഡ് ലെറ്റർ എന്ന് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ 75 ഡിഗ്രി, ആംഗിൾ ഓഫ് ഇൻക്ലൈൻഡ് ലെറ്റർ ഫ്രം ഹൊറിസോണ്ടൽ എന്ന് ചോദിച്ചാലും 75 ഡിഗ്രി. ഇനി വ്യത്യാസം വരുന്നത് ആംഗിൾ ഓഫ് ഇൻക്ലൈൻഡ് ലെറ്റർ ടുവേർഡ്സ് റൈറ്റ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ 15 ഡിഗ്രി. ഓക്കെ, അപ്പോ ആ രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ വെർട്ടിക്കൽ ലെറ്റർ എന്താണ്, ഇൻക്ലൈൻഡ് ലെറ്റർ എന്താണ്. ഇനി അടുത്ത വരുന്ന മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് സിംഗിൾ സ്ട്രോക്ക് ലെറ്റേഴ്സും മറ്റൊന്ന് ഡബിൾ സ്ട്രോക്ക് ലെറ്റേഴ്സും. സിംഗിൾ സ്ട്രോക്കും ഡബിൾ സ്ട്രോക്കും. ഓക്കെ, അപ്പൊ സിംഗിൾ സ്ട്രോക്കും ഡബിൾ സ്ട്രോക്ക് എന്താണെന്ന് പറഞ്ഞാൽ, സ്ട്രോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെൻസിലിന്റെ ഫ്ലോ ആണ് സ്ട്രോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു ലെറ്റർ എഴുതുന്നു, ഈ A എന്നൊരു ലെറ്റർ എഴുതി. ഈ ലെറ്റർ എഴുതിയപ്പോ ഞാൻ പെൻസിലിന്റെ ഒറ്റ ലൈൻ അല്ലെങ്കിൽ ഈ മാർക്കറിന്റെ ഒറ്റ തവണയുള്ള സ്ട്രോക്കിലാണ് എഴുതി കംപ്ലീറ്റ് ആയി. ഈ A എന്ന് പറയുന്ന ലെറ്റർ ഓവർ റൈറ്റിംഗ് ഒന്നും ഞാൻ ചെയ്തില്ല. അപ്പോ ഈ ലൈനിന്റെ തിക്നെസ്സിനായിരിക്കും ഈ ലെറ്ററിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെ എഴുതുന്നതിനെയാണ് സിംഗിൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒറ്റ സ്ട്രോക്ക് ഓഫ് പെൻസിലേ ഉള്ളൂ, പെൻസിലിന്റെ ഒറ്റ സ്ട്രോക്ക് അല്ലെങ്കിൽ മാർക്കറിന്റെ ഒറ്റ സ്ട്രോക്കിൽ ഞാൻ എഴുതി.
ഇനി ഡബിൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് പണ്ട് പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഈ വേർഡിലൊക്കെ നമ്മൾ ബോണ്ട് രൂപേണ എഴുതുക എന്ന് പറയും. അത് ലെറ്ററിന്റെ തിക്നെസ് കൂട്ടി എഴുതുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡബിൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ലെറ്ററിന്റെ തിക്നെസ് കൂട്ടി. അപ്പൊ ഇവിടുത്തെ ലൈൻ തിക്നെസ്സും ലെറ്റർ തിക്നെസ്സും എന്താണ്, വ്യത്യാസമാണ്. ഓക്കെ, ലൈൻ തിക്നെസ് ഇതാണെങ്കിൽ ഇവിടുത്തെ ലെറ്ററിന്റെ തിക്നെസ് പറയുമ്പോൾ ഇത്രയുണ്ട്. അപ്പൊ 2 സ്ട്രോക്ക് പെൻസിൽ ഒന്നുകൂടെ ഓവർ റൈറ്റ് ചെയ്ത് എഴുതി ലെറ്ററിന്റെ തിക്നെസ് കൂടി. അതെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ് തന്നെ ആയിരിക്കും, നമ്മളിപ്പോ എഴുതിയതിന്റെ ഒരു മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പോ ഇതെന്ന് പറഞ്ഞാൽ സിംഗിൾ സ്ട്രോക്ക്, ഒറ്റ സ്ട്രോക്കിൽ എഴുതുന്നു. ലൈൻ തിക്നെസ് ലെറ്ററിന്റെ തിക്നെസ് ഒരേ തന്നെ ആയിരിക്കും. എന്നാല് ഒന്നുകൂടെ ഒരു സ്ട്രോക്ക് കൂടെ ചെയ്ത് എഴുതുന്നതിനാണ്, അല്ലെങ്കിൽ ആ ലെറ്ററിന്റെ തിക്നെസ് കൂട്ടി എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡബിൾ സ്ട്രോക്ക് അഥവാ നമ്മുടെ ലാംഗ്വേജ് ബോണ്ട് എന്നൊക്കെ പറയും, ബോണ്ട് രൂപേണ എഴുതുക എന്നുള്ളത്. പക്ഷേ നമ്മള് ലെറ്ററിംഗിൽ അതിനെ പറയുന്ന ഒരു പേരാണ് ഗോതിക് സ്റ്റൈൽ എന്ന് പറയും. ഗോതിക് സ്റ്റൈൽ. ഓക്കെ, GOTHIC, ഗോതിക് സ്റ്റൈൽ. ഓക്കെ, അപ്പൊ സിംഗിൾ സ്ട്രോക്ക് എന്താണ്, ഡബിൾ സ്ട്രോക്ക് എന്താണെന്ന് പറഞ്ഞു. പെൻസിലിലെ 2 സ്ട്രോക്കിൽ ലെറ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് ഡബിൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇതൊരു സിംഗിൾ സ്ട്രോക്ക്, ഒറ്റ ഫ്ലോയിൽ കംപ്ലീറ്റ് ചെയ്ത് എഴുതുന്നത് സിംഗിൾ സ്ട്രോക്കും, ഒന്നുകൂടെ ഓവർ റൈറ്റ് ചെയ്ത് എഴുതി ലെറ്റർ തിക്നെസ് കൂട്ടുന്നത് ഡബിൾ സ്ട്രോക്കും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എലമെന്റ്സ് ഓഫ് ലെറ്ററിംഗ് ആണ്. എലമെന്റ്സ് ഓഫ് ലെറ്റേഴ്സ്. ലെറ്റേഴ്സിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കണം. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കാം, ഇതൊരു ക്യാപിറ്റൽ ലെറ്റർ H ആണ്. ഇനി എലമെന്റ്സുകൾ എന്ന് പറയുന്നത് ഇതിന്റെ ഹൈറ്റിനെ നമ്മൾ H എന്ന് സൂചിപ്പിക്കുന്നു, H എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇതിന്റെ വിഡ്ത്തിനെ നമ്മൾ W എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു, വിഡ്ത്ത്. ഇനി ലെറ്ററിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇതാണ് ലെറ്റർ തിക്നെസ് എന്ന് പറയുന്നത്. ഈ അളവിനെയാണ് നമ്മൾ തിക്നെസ് എന്ന് പറയുന്നത്. അതിനെ സ്മോൾ ലെറ്റർ D കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോ H എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ലെറ്റർ, W എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ലെറ്റേഴ്സ്, ഇനി D എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ലെറ്റർ. D എന്ന് പറഞ്ഞാൽ തിക്നെസ് ഓഫ് ലെറ്റർ. നമുക്ക് മനസ്സിലായല്ലോ. അപ്പോ ഹൈറ്റ്, തിക്നെസ്, വിഡ്ത്ത്. അപ്പൊ ഇതാണ് ഒരു ലെറ്ററിന്റെ എലമെന്റ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കുറച്ച് ക്ലാസിഫിക്കേഷനുകളൊക്കെ പറയാനുണ്ട്. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് BIS റെക്കമെൻഡ് ചെയ്യുന്ന 2 കോഡുകളെ കുറിച്ച് പറയണം. ഒരു കോഡ് BIS റെക്കമെൻഡ് ചെയ്യുന്ന ലെറ്ററിങ്ങിനെ ഹൈറ്റ്, സിംഗിൾ സ്ട്രോക്ക് ലെറ്റേഴ്സിന് എടുത്തു പറയാറുണ്ട്. സിംഗിൾ സ്ട്രോക്ക് ലെറ്റേഴ്സിനൊക്കെ ആയിട്ട് BIS റെക്കമെൻഡ് ചെയ്യുന്ന കോഡ് എന്ന് പറയുന്നത് IS 9609-83 എന്നുള്ളൊരു കോഡാണ്. PSC പരീക്ഷകൾക്ക് ഇതാണ് ആൻസർ കീ ആയിട്ട് വരുന്നത്. ലെറ്ററിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തുന്ന BIS കോഡ് ഏതാണെന്ന് ചോദിച്ചാൽ IS 9609-83 എന്നുള്ള കോഡാണ്. എന്നാൽ ഈ കോഡിൽ ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ വന്ന പുതിയൊരു സിസ്റ്റം വന്നിട്ടുണ്ട്. അതായത് BISന്റെ തന്നെ SP 46-2003 എന്നൊരു കോഡ് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് പുതിയ IT സിലബസ് പ്രകാരമുള്ള പുതിയ കോഡ് ടെക്സ്റ്റിന്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ പുതിയ ടെക്സ്റ്റിൽ ഈ കോഡാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നാൽ ഡിപ്ലോമ ബിടെക് കോഴ്സിനുള്ള ടെക്സ്റ്റിൽ ഇപ്പോഴും ഈ കോഡ് തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, PSC ആൻസർ കീ ആയിട്ട് വരുന്നത് എപ്പോഴും ഇതാണ്, ലെറ്ററിങ്ങിനെ സംബന്ധിച്ചുള്ളത്. പക്ഷെ പുതിയ IT സിലബസില് ലെറ്റേഴ്സിന്റെ ഹൈറ്റ് റെക്കമെൻഡ് ചെയ്യുന്നതും ലെറ്ററുകളും വേർഡുകളും തമ്മിലുള്ള സ്പേസിംഗ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന കോഡായിട്ട് ഇപ്പൊ ഇതിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ 2 കോഡ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. PSC ഇപ്പോഴും ആൻസർ കീ ആയിട്ട് പറഞ്ഞിരിക്കുന്ന IS 9609-83 എന്നുള്ള കോഡാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് BIS റെക്കമെൻഡ് ചെയ്യുന്ന ഹൈറ്റ്. നമ്മൾ ഈ പറഞ്ഞ 2 കോഡുകാരും ഒരേ ഹൈറ്റിനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. 2 കോഡിലും BIS റെക്കമെൻഡ് ചെയ്യുന്ന ഹൈറ്റ് ഹയർ കേസ് ലെറ്റേഴ്സിനെ, ഹയർ കേസ് ലെറ്ററിന്റെ അഥവാ ക്യാപിറ്റൽ ലെറ്ററിന്റെ ഹൈറ്റ് ആണ് നമ്മൾ H എന്ന് സൂചിപ്പിക്കുന്നത്. സ്മോൾ ലെറ്ററിന്റെ ഹൈറ്റ് നമ്മൾ C എന്ന് സൂചിപ്പിക്കുന്നു. ഓക്കെ, ഹയർ കേസ് ലെറ്ററിന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 2.5, 3.5, 5, 7, 10, 14 ആൻഡ് 20 മില്ലിമീറ്റർ എന്നാണ്. ലോവർ കേസ് ലെറ്ററിന് 2.5, 3.5, 5, 7, 10 ആൻഡ് 14 മില്ലിമീറ്റർ. അതായത് സ്റ്റാൻഡേർഡ് ഹൈറ്റ് റെക്കമെൻഡ് ചെയ്തേക്കുന്നതാണ്, ലെറ്റർ ഹൈറ്റ്. ഇപ്പൊ C എന്ന് പറയുന്നത് ഇത് ലെറ്റർ ഹൈറ്റാ. ഈ ലെറ്റർ ഹൈറ്റ് അല്ലെങ്കിൽ H എന്ന് പറയുമ്പോൾ ഈ ലെറ്റർ ഹൈറ്റ് റെക്കമെൻഡ് ചെയ്തേക്കുന്ന ഹൈറ്റുകളാണ്. ക്യാപിറ്റൽ ലെറ്റേഴ്സിന് ഈ പറഞ്ഞ ഇത്രയും ഹൈറ്റുകളിൽ റെക്കമെൻഡേഷൻ ഉണ്ട്.
എന്നാൽ ഹയർ കേസ് ലെറ്ററിന് ഈ 20 വരെയില്ല, 14 മില്ലിമീറ്റർ വരെ ഹൈറ്റ് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഹൈറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, തിക്നെസ്സിനനുസരിച്ച് ഡി എന്നാണ് ലെറ്ററിന്റെ തിക്നെസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. തിക്നെസ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലെറ്റർ എയും ലെറ്റർ എ എന്നും ലെറ്റർ ബി എന്നും 2 ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ലെറ്റർ എ എന്നും ലെറ്റർ ബി എന്നും 2 ക്ലാസിഫിക്കേഷൻ. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാ? തിക്നെസ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള 2 ക്ലാസിഫിക്കേഷൻ, ലെറ്റർ എയും ബിയും. ലെറ്റർ എ എന്ന് പറയുമ്പോ അവര് പറയുന്ന തിക്നെസ്, ലെറ്റർ തിക്നെസ് എന്ന് പറഞ്ഞാൽ എത്രയാണോ ലെറ്ററിന്റെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് അതിനെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നോ അത്രയും ലെറ്റർ തിക്നെസ് ആയിരിക്കണം. ലെറ്ററിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഹൈറ്റിനെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നോ അത്രയും തിക്നെസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ലെറ്റർ ബിയിൽ പറയുന്നത് തിക്നെസ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എത്രയാണോ അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കണം. ടോട്ടൽ ലെറ്ററിന്റെ ഹൈറ്റ് എത്രയാണോ അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കണം ആ ലെറ്ററിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തിക്നെസ്സിനെ അടിസ്ഥാനപ്പെടുത്തി ലെറ്റർ എ എന്നും ലെറ്റർ ബി എന്നും തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അളവുണ്ട്, അതിന്റെ സ്പേസിംഗും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള അളവ് അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം. ഓക്കെ, അപ്പൊ ലെറ്റർ എ എന്നും ലെറ്റർ ബി എന്നും 2 ക്ലാസിഫിക്കേഷൻ. ലെറ്റർ എ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് h/40, തിക്നെസ് h/14ഉം ലെറ്റർ ബി ആണെങ്കിൽ തിക്നെസ് h/10 ആണ്. അതൊക്കെ PSCക്കും മറ്റ് ITA പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഇനി പറയാനുള്ള മറ്റൊരു കാര്യം ഉള്ളത്, ഇനി നമ്മളിപ്പോ ഒരു സെന്റൻസ് എഴുതുന്നു. ഇപ്പൊ ഇന്ത്യ, ഇപ്പൊ അപ്പുറത്തോട്ട് മാറി ഇപ്പൊ എന്തെങ്കിലും നമ്പർ 15 നമുക്ക് എഴുതിയിരിക്കട്ടെ. താഴെ ഒരു സ്മാൾ ലെറ്ററിൽ നമ്മൾ ഇന്ത്യ എന്ന് എഴുതി. ഓക്കെ, ഇനി ഇതിനകത്ത് കുറച്ച് എലമെന്റ്സുകൾ അറിയണം. ഹയർ കേസ് ലെറ്ററിന്റെ ഹൈറ്റ് ആണ് നമ്മൾ എപ്പോഴും H എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്മോൾ ലെറ്റർ H കൊണ്ട് സൂചിപ്പിക്കുന്നത് ഹയർ കേസ് ലെറ്ററിന്റെ, ക്യാപിറ്റൽ ലെറ്ററിന്റെ ഹൈറ്റ് ആണ് H. സ്മോൾ ലെറ്ററിന്റെ ഹൈറ്റ് നമ്മൾ എപ്പോഴും പറയുന്നത് C എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, C എന്ന ലെറ്റർ കൊണ്ടാണ് സ്മോൾ ലെറ്ററിന്റെ ഹൈറ്റ് സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പം D എന്ന് പറയുമ്പോൾ ഇതിന് ഒരു സ്റ്റെം ഉണ്ട്. ഈ സ്റ്റെമ്മിന്റെ ഹൈറ്റും P എഴുതുമ്പോഴുള്ള ഈ ടെയിലിന്റെ ഹൈറ്റും ഒക്കെ കുറച്ചിട്ടുള്ള ഈ ഒരു അളവാണ് ഈ പറയുന്ന C എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കാര്യം, 2 വേർഡുകൾ തമ്മിലുള്ള അകലം, A എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സ്മോൾ ലെറ്റർ എ. 2 ലെറ്റേഴ്സ് തമ്മിലുള്ള അകലം, വേർഡല്ല, 2 ലെറ്റേഴ്സ് തമ്മിലുള്ള അകലം A എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. എന്നാൽ 2 വേർഡുകൾ തമ്മിലുള്ള അകലം സ്മോൾ ലെറ്റർ E എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, കാരണം ഇത് പറയുന്നതിന്റെ കാരണം ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ ഇതിന്റെ ഗ്യാപ്പ്, ലെറ്റേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ്, വേർഡുകൾ തമ്മിലുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോന്നും കോഡ് ചെയ്തിരിക്കുന്ന ലെറ്റർ പറയുന്നത്. ഇനി 2 സെന്റൻസ് ഉണ്ടെങ്കിൽ ഒരു സെന്റൻസിന്റെ ബേസ് ഭാഗവും അടുത്ത സെന്റൻസിന്റെ ബേസ് ഭാഗവും തമ്മിലുള്ള ഈ ബേസിന്റെ ഗ്യാപ്പിനെ നമ്മൾ B എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. അപ്പൊ ക്യാപിറ്റൽ ലെറ്ററിന്റെ ഹൈറ്റ് H, സ്മോൾ ലെറ്ററിന്റെ ഹൈറ്റ് C. 2 ലെറ്ററുകൾ തമ്മിലുള്ള ഗ്യാപ്പ് A എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. 2 വേർഡുകൾ തമ്മിലുള്ള ഗ്യാപ്പ് E എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. 2 ലൈനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് B എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഓക്കെ, അത് ലെറ്റർ എക്കും ലെറ്റർ ബിക്കും ഒക്കെ വ്യത്യസ്തമായ അളവുകളാണ്. വലിയ വ്യത്യാസം ഇല്ലെങ്കിലും കുറച്ച് വ്യത്യസ്തമായ ടേബിളുകളാണ്. അപ്പൊ അതെന്താണോ നമുക്ക് സ്ക്രീനിൽ കാണാം. ഓക്കെ, ഇനി നമ്മൾ ലെറ്ററിങ് ചെയ്യാൻ പഠിക്കുകയാണ്, എഴുതാൻ പഠിക്കുകയാണ്. അപ്പൊ ലെറ്റർ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എങ്ങനെയാണ്? പ്രിന്റ് എന്ന് പറഞ്ഞു തരും. പ്രിന്റ് എന്തോ പ്രിന്റ് ചെയ്യണ്ടേ? ഒരു സെന്റൻസ് തരും. ഇപ്പൊ ഇന്ത്യ എന്നൊരു സെന്റൻസ് തന്നു. ഓക്കെ, ലെറ്ററിന്റെ ഹൈറ്റ് തരും, ചിലപ്പോൾ 18 മില്ലിമീറ്ററിന്റെ ഹൈറ്റ് തരും. അതായത് ഈ ഫുള്ള് സെന്റൻസിലും ലെറ്ററിന്റെ ഹൈറ്റ് 18 മില്ലിമീറ്റർ. ഓക്കെ, എന്തെങ്കിലും ഒരു സെന്റൻസ് ഒക്കെ തരും. ഇവിടെ ഇപ്പം ഇങ്ങനെ തന്നെ ഫോർമാറ്റ് തന്നിരിക്കുന്നതുകൊണ്ട് ഇതേപോലെ പ്രിന്റ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അവർ പറയും സിംഗിൾ സ്ട്രോക്ക് വെർട്ടിക്കൽ ലെറ്റേഴ്സിൽ എഴുതുക, അല്ലെങ്കിൽ ഡബിൾ സ്ട്രോക്ക് ഇൻക്ലൈൻഡ് ലെറ്ററിൽ എഴുതുക, ഹയർ കേസ് ലെറ്ററിൽ എഴുതുക, ലോവർ കേസ് ലെറ്ററിൽ എഴുതുക എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോ ഏതൊരു സെന്റൻസ് തന്നാലും നമുക്ക് ഹൈറ്റ് ക്വസ്റ്റ്യനിൽ പറയും. പക്ഷേ വിഡ്ത്ത് അറിഞ്ഞിരുന്നാൽ മാത്രമേ ലെറ്ററിങ് ചെയ്യാൻ പറ്റൂ. കാരണം ഓരോ ലെറ്ററിനും വ്യത്യസ്തമായ വിഡ്ത്ത് ആണുള്ളത്. ഓരോ ലെറ്ററിനും വ്യത്യസ്തമായി ഫോളോ ചെയ്യുന്ന വിഡ്ത്ത് ആണുള്ളത്. ഓക്കെ, അപ്പൊ പുതിയ BIS റെക്കമെൻഡേഷനിൽ വിഡ്ത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ,
പക്ഷെ എന്നാൽ നമ്മൾ പണ്ട് തൊട്ടേ ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു രീതി, അല്ലെ നമുക്ക് പഠിക്കാൻ വേണ്ടി അധ്യാപകര് ലെറ്ററിന്റെ വിട്ട് കാണാപ്പാടം പഠിക്കാൻ വേണ്ടി നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കോഡാണ് ടോം ക്യൂ വാക്സി. ടോം ക്യൂ വാക്സി എന്താണ് ഈ ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ TOMQVAXY. ഈ പറഞ്ഞിരിക്കുന്ന 8 ലെറ്റേഴ്സിനും വിട്ട് എന്ന് പറഞ്ഞാൽ 6 ആണ്. വിട്ട് 6 ആണ്. ഓക്കെ. ഐ എന്ന ലെറ്ററിന്റെ വിട്ട് 1 ആണ്. ഐ എന്ന ലെറ്ററിന്റെ വിട്ട് 1 ആണ്. W എന്ന ലെറ്ററിന്റെ വിട്ട് 8 ആണ്. ഓക്കെ. W എന്ന ലെറ്ററിന്റെ വിട്ട് 8 ആണ്. ഓക്കെ. 10 mm ഹൈറ്റ് ആണ് പറയുന്നതെങ്കിൽ 10 mm ഹൈറ്റിനാണ് ഈ 8 mm വിട്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ബാക്കി ഇത് ഉൾക്കൊള്ളിക്കാത്ത ബാക്കി ലെറ്റേഴ്സ് ബി തൊട്ട് ഇസഡ് വരെയുള്ള ഈ ഇത്രയും 3 സെക്ഷനിലും വരാത്ത ബാക്കി ലെറ്റേഴ്സിനെല്ലാം ഹൈറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, മനസ്സിലാവുന്നോ? 5 ആണ് ലെറ്ററിന്റെ വിട്ട് എന്ന് പറയുന്നത്. മനസ്സിലാക്കണേ. അപ്പൊ ടോം ക്യൂ വാക്സി പഠിച്ചാൽ മതി, ബാക്കി എല്ലാം എളുപ്പമാണ്. ടോം ക്യൂ വാക്സി എന്ന് പഠിക്കുക. അതായത് TOMQVAXY ഈ പറഞ്ഞ 8 ലെറ്റേഴ്സിന്റെ വിട്ട് 6 ആണ്. ഐയുടെ വിട്ട് 1, ഡബ്ല്യുവിന്റെ വിട്ട് 8. ഇനി ഇത് മൂന്നും ഇല്ലാതെ എ തൊട്ട് ഇസഡ് വരെയുള്ള അക്ഷരമാലയിലെ ബാക്കി വരുന്ന എല്ലാ ലെറ്റേഴ്സിനും വിട്ട് എന്ന് പറഞ്ഞാൽ 5 mm ആണ്. ഓക്കെ, ഇത് 10 mm കാൽക്കുലേഷൻ പറയുന്നത്. 10 mm ഹൈറ്റിലാണെങ്കിലുള്ള അടിസ്ഥാനപ്പെടുത്തിയ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഈ കാര്യങ്ങൾ വിട്ട് കാണാപ്പാടം പഠിച്ചാൽ മാത്രമേ നമുക്ക് ലെറ്റേഴ്സ് എഴുതാൻ പറ്റൂ. ഓക്കെ, അത് മനസ്സിലാക്കണം. ഇനി എങ്ങനെ എഴുതാമെന്നുള്ളത് പഠിക്കാം. ചുരുക്കം ചില ലെറ്റേഴ്സ് ഒക്കെ എഴുതുന്ന കാര്യങ്ങൾ പറയാം. ബാക്കിയെല്ലാം നമുക്ക് സ്റ്റൈലിനനുസരിച്ച് എങ്ങനെ എഴുതണം എന്നുള്ളത്. ലെറ്ററിനെല്ലാം ഒരു രൂപമുണ്ട്. ആ രൂപം നമുക്ക് അറ്റൈൻ ചെയ്യണം. ഓക്കെ, ആ രൂപങ്ങൾ അറ്റൈൻ ചെയ്തേ നമുക്ക് എഴുതാൻ പറ്റും. അത് നിങ്ങൾക്ക് എന്താണെന്നൊക്കെ ഓരോ ടൈപ്പ് എന്താണെന്നുള്ളത് സ്ക്രീനിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് 2-3 ലെറ്റേഴ്സ് നമ്മളുടെ ഈ തോത് പ്രകാരമുള്ള 2-3 ലെറ്റേഴ്സ് എഴുതി കാണിക്കാം. അതേ നമുക്ക് പറ്റും. ഒരുപാടൊന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതാൻ പോകുന്നു. അപ്പൊ ടോം ക്യൂ വാക്സിലുള്ള ആദ്യത്തെ ലെറ്റർ ഒരു ലെറ്റർ നമ്മൾ എടുക്കുന്നു. എ എന്നുള്ള ലെറ്റർ എടുക്കുന്നു. അതെങ്ങനെ എഴുതാം? അപ്പോ ഇവിടെ 18 mm ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തൊരു ഗ്രാഫ് ആക്കിയതാണ്. 3 mm ഒരു ഗ്രാഫ് ആക്കിയതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് എഴുതി തുടങ്ങാം. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം 6 mm ആണ് വിട്ട്. എക്ക് വിട്ട് എന്ന് പറഞ്ഞാൽ 6 mm ആണ്. അപ്പൊ 1, 2, 3, 4, 5, 6 ഇവിടെ വരെ വരാവും. ഓക്കെ, ഇനി ഇതിന്റെ മിഡില് 1, 2, 3 ഇവിടെ ഇത് തമ്മിൽ കണക്ട് ചെയ്യുക. ഓക്കെ, ഈ സൈഡ് എഴുതി കഴിഞ്ഞു. വിട്ട് ഇങ്ങനെയാണ് എണ്ണി എടുക്കേണ്ടത്. ഗ്രാഫിൽ നിന്ന് വിട്ട് എണ്ണി എടുക്കണം. 1, 2, 3, 4, 5, 6 ആറാമത്തെ ലൈൻ. 6ാമത്തെ ലൈൻ വരെ എ എന്ന് പറഞ്ഞ ലെറ്ററിന്റെ വിട്ട് വരാവും. ഓക്കെ, ഇനി ഇതിന്റെ മിഡിലിൽ നിന്ന് താഴോട്ട് മാറി 4ാമത്തെ ലൈൻ എടുത്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. അവിടെ നമ്മൾ എ എന്ന് എഴുതി. മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇച്ചിവിടെ കടുപ്പിച്ച് എഴുതി കാണിക്കുന്നത്. ഓക്കെ, അല്ലാതെ ഡബിൾ സ്ട്രോക്ക് അല്ല എഴുതുന്നത്. ഇങ്ങനെ തന്നെ എഴുതണം എ. ഇനി ടോം ക്യൂ വാക്സി കഴിഞ്ഞു. ടോം ക്യൂ വാക്സിലെ എല്ലാ ലെറ്റേഴ്സിനും വിട്ട് 6 ആണ്. അപ്പൊ എങ്ങനെയാണ് എണ്ണി എടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇനി ലെറ്ററിന്റെ ഷേപ്പ് എങ്ങനെ വരണം എന്നുള്ളത് സ്ക്രീനിൽ കാണിക്കാം. അതനുസരിച്ച് വേണം എഴുതാൻ. ഇപ്പൊ ഞാൻ ഷേപ്പിന്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ എസ് ചിലര് നല്ല സ്റ്റൈലിലൊക്കെ ഇങ്ങനെയൊക്കെ എഴുതും എസ് എന്ന് പറയുന്നത്. എന്നാൽ ചിലരാണ് ഇങ്ങനെ എഴുതും. അപ്പൊ 2 വ്യത്യസ്തമായ രീതികളുണ്ട്. അപ്പം എന്താണ് ഇവര് റെക്കമെൻഡ് ചെയ്യുന്ന ഷേപ്പ് എന്നുള്ളത് അതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം ലെറ്ററിങ് ചെയ്യാൻ. അപ്പൊ ഇനി അടുത്തത് ബി എന്ന് പറയുന്നത് ടോം ക്യൂ വാക്സി വരുന്ന ലെറ്റർ അല്ല. അപ്പൊ ബി എന്ന് പറയുമ്പോൾ ഒരു ലൈൻ മാറിയിട്ട് നമ്മൾ ബി എഴുതുന്നു. ബിയുടെ അടുത്ത് എത്ര ആകാവും? 5 ആകാവും. അപ്പൊ 1, 2, 3, 4, 5 ഇവിടെ വരെ വരാവും. അപ്പൊ ബിക്ക് ഒരു മടുപ്പുണ്ട്. അപ്പൊ ഇതിന്റെ സെന്റർ ഭാഗം പകുതി ഒരു ലൈൻ വരച്ചു വെക്കുക. ഓക്കെ, ഇത്രയും ഭാഗം സ്ട്രെയിറ്റ് ആണ്. അറ്റത്ത് വരുമ്പോഴാണ് ബി എന്ന് പറയുന്ന ലെറ്റർ വളഞ്ഞു വരുന്നത്. ഓക്കെ, ഇത് 5ാമത്തെ ലൈൻ. അപ്പൊ ഇവിടെ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ വരിക, തിരിച്ച് ഇവിടെ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവാ ബി. ഓക്കെ, അപ്പൊ തിക്നെസ് പ്രധാനമാണ്. ഷേപ്പ് നമ്മൾക്ക് ആ സ്ക്രീനിൽ കാണിക്കുന്ന നമുക്ക് ഷേപ്പുകൾ എല്ലാ ലെറ്റേഴ്സിനും വരണം. പക്ഷെ ഈ വിഡ്ത്ത് അടിസ്ഥാനപ്പെടുത്തിയാണ് മാർക്ക് വരുന്നത്. കൃത്യമായി നോക്കുന്നത് ഈ വിഡ്ത്ത് കറക്റ്റ് ആണോ നോക്കും. എണ്ണി നോക്കും. 1, 2, 3, 4, 5 വിഡ്ത്ത് 5 വന്നിട്ടുള്ളൂ. അപ്പൊ ഇത് ശരിയാണ്. ഇവിടെ വിഡ്ത്ത് 6 വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ശരിയാണ്. എക്ക് 6 ഉണ്ട്,
ബിക്ക് 5 ആണ് വിടുത്തുള്ളത്. ഇനി ഡബ്ല്യു എങ്ങനെ എഴുതാം? ഡബ്ല്യുവിന്റെ വിടുത്ത് 8 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡബ്ല്യു എഴുതാൻ പോയി. ഇവിടെ നിന്ന് എഴുതി തുടങ്ങാൻ നോക്കാം. 1 2 3 4 5 6 7 8 ഇവിടെ വരെ വരണം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ തുടങ്ങി ഡബ്ല്യു എഴുതുമ്പോ ഇങ്ങനെ 2 4 8 ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയാൽ എളുപ്പമാണ്. ഓക്കെ, ഡബ്ല്യു എഴുതുമ്പോ ശ്രദ്ധിക്കുക. അപ്പൊ വിടുത്ത് 8 വരെയാണ്. അപ്പൊ ഈ 2 ഇതിന് 2ലേക്ക് ലൈൻ വരയ്ക്കുക, തിരിച്ച് 6ലേക്ക് വരിക, വീണ്ടും 8ലേക്ക് വരിക, ഡബ്ല്യു ആയി. ഓക്കെ, 8 mm ഉണ്ടോ നോക്കുക വിടുത്ത്. 1 2 3 4 5 6 7 8 8ാമത്തെ ലൈനിലാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ശരിയാണ്. ഇനി ഐ എഴുതുമ്പോൾ ഐ എഴുതുമ്പോൾ ഒരു പ്രശ്നമില്ല, നമുക്ക് ഐക്ക് വിടുത്ത് 1 ഉള്ളൂ. കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി നമുക്ക് പറയുന്നത് ഇൻക്ലൈൻഡ് ലെറ്റർ ആണ് എഴുതാൻ പറയുന്നതെങ്കിൽ ആദ്യമേ ചെയ്യേണ്ട ഗ്രാഫ് വരച്ച് എഴുതണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ ലൈനുകൾ ഇങ്ങനെ വരച്ചിടുക. തരുന്ന ഹൈറ്റ് എത്ര ആണോ അതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു ആനുപാതികമായി ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിടുക. ഇനി വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ താഴത്തെ ലൈനിൽ കൊണ്ടുവച്ചിട്ട് 75 ഡിഗ്രി ആദ്യം മാർക്ക് ചെയ്യണം. 75 ഡിഗ്രി ആദ്യം മാർക്ക് ചെയ്തിട്ട് ബാക്കി ലൈനുകളൊക്കെ മായ്ച്ചോളാം. 75 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഈ ലൈനിന് പാരലായിട്ട് ഒരു തുല്യമായ ഗ്യാപ്പിൽ ഹൈറ്റ് മാർക്ക് ചെയ്ത് അതേ ഗ്യാപ്പിൽ ലൈനുകൾ വരയ്ക്കുക, ഗ്രാഫ് വരയ്ക്കുക. 75 ഡിഗ്രി ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം നമ്മള്? അപ്പൊ പിന്നെ എഴുതാൻ എളുപ്പമാണ്. 75 ഡിഗ്രി ചരിച്ച് വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ എഴുതാം കൃത്യമായിട്ട്. എന്തുവാ? എ എന്ന ലെറ്റർ എഴുതാം. 1 2 3 4 5 6 ഇവിടെ വരെ വരണം. എ ഇവിടെ തുടങ്ങി ഇവിടെ വരെ വരണം. മിഡില് 1 2 3 ഇത് മാർക്ക് ചെയ്തു. അപ്പൊ ഈ ഗ്രാഫിന് ആനുപാതികമായിട്ട് പിന്നെ നമുക്ക് എന്ത് നോക്കിയാൽ മതി? തിക്നെസ് വിഡ്ത്ത് നോക്കി കൃത്യമായിട്ട് എഴുതിപ്പാം. പറയുന്നത് മനസ്സിലാവുന്നോ? അപ്പൊ ലൈൻ ആദ്യമേ ചരിച്ച് വരച്ചു കഴിഞ്ഞാൽ ഗ്രാഫ് ചരിച്ച് വരച്ചാൽ പിന്നെ ലെറ്ററിങ് എഴുതാൻ എളുപ്പമാണ്. ഓക്കെ, ഇനി നമ്മൾ ഡബിൾ സ്ട്രോക്കോ മറ്റു കാര്യങ്ങളോ എഴുതുമ്പോ ഒരിക്കലും വിഡ്ത്തിന് വെളിയിലോട്ട് പോകാൻ പാടില്ല. പറയാൻ മനസ്സിലായോ? വിഡ്ത്തിനകത്ത് നിൽക്കണം. ഇപ്പൊ എ നമ്മൾ ഡബിൾ സ്ട്രോക്ക് ആക്കുമ്പോ, ഇംഗ്ലൈൻഡ് ലെറ്റർ എ ഡബിൾ സ്ട്രോക്ക് ആക്കുമ്പോ എന്ത് ചെയ്യാൻ പാടില്ല? പുറത്തോട്ട് പോകാൻ പാടില്ല. ഡബിൾ സ്ട്രോക്ക് ആക്കുമ്പോഴുള്ള ആ വിഡ്ത്ത് എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും തുല്യമായിരിക്കണം. ഈ ഒരു മാനദണ്ഡത്തിൽ എഴുതാം നമുക്ക് അകത്തോട്ട്. ഓക്കെ, ചിലപ്പോൾ വേണം നമ്മളിത് ഷെയ്ഡ് ചെയ്യും. ഉൾഭാഗം ഷെയ്ഡ് ചെയ്യാറുണ്ട്, എഴുതിയിട്ട് ഉൾഭാഗം ഷെയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷെ അന്നേരം ഡബിൾ സ്ട്രോക്ക് എഴുതുമ്പോഴും എന്ത് ചെയ്യാൻ പാടില്ല? 6 വിഡ്ത്ത് എന്നുള്ളത് ഒരിക്കലും 6 വെളിയിലോട്ട് പോകാൻ പാടില്ല. 6 വരെ മാർക്ക് ചെയ്ത് അകത്തോട്ട് വേണം ഡബിൾ സ്ട്രോക്ക് ആക്കാൻ. പുറത്തോട്ട് മാറ്റി ഡബിൾ സ്ട്രോക്ക് ആക്കരുത്. അകത്തോട്ട് വേണം ഒരു സ്ട്രോക്ക് കൂടെ എഴുതാൻ. ലെറ്ററിന്റെ ആദ്യം എഴുതിയ ലെറ്ററിന്റെ പുറത്തൂടെ അല്ല എഴുതേണ്ടത്, അകത്തോടെ മാത്രമേ എഴുതാവൂ. പുറത്തോടെ എഴുതി കഴിഞ്ഞാൽ ലെറ്ററിന്റെ വിഡ്ത്ത് മാറിപ്പോവും, തെറ്റാവും, നമ്മുടെ മാർക്ക് പോകും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയാണ് നമ്മള് ലെറ്ററിങ് എഴുതുന്നത്. ആ ഷേപ്പും കാര്യങ്ങളും എന്താണെന്നുള്ളതൊക്കെ സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാ ലെറ്ററും എഴുതി തീർക്കാനൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അതിന്റെ പരിമിതി ഉണ്ടായത് നമ്മൾ പ്രധാനപ്പെട്ട 4 ലെറ്റേഴ്സ് എഴുതി കാണിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സംഭവം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വേഗം പറയുന്നുണ്ട്. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്നുകൂടെ കാണുക, കണ്ട് മനസ്സിലാക്കുക. ഒരുപാട് വീഡിയോക്ക് സൈസ് കൂടുന്നുണ്ട്, നമുക്ക് പതുക്കെ പറയാൻ ഒക്കത്തില്ല. പതുക്കെ പഠിപ്പിച്ച് പോകാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ കൃത്യമായി അതിനുള്ള ആൻസർ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടു, കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക് യു.